മലയാളികളുടെ ഇഷ്ടനടിയാണ് ഭാവന. 2002-ൽ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന സിനിമയിലെത്തുന്നത്. അതിൽ പരിമളം എന്ന ഒരു കഥാപാത്രമാണ് ഭാവനയുടേത്. പ്രേക്ഷകർ പരിമളത്തെ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അങ്ങനെ ബിഗ് സ്ക്രീനിൽ എത്തിയ ഭാവന പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു തെന്നിന്ത്യയിലെ തിരക്കുള്ള നടിയായി മാറിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ഭാവന അഭിനയിച്ചിരുന്നു. ഭാവന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു മണിരത്നത്തിൻ്റെ അലൈപായുതേ എന്ന ഹിറ്റ് തമിഴ് സിനിമ റിലീസാകുന്നത്. ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഭാവന അലൈപായുതേ കാണാൻ പോയത്. അന്ന് ആദ്യത്തെ ഷോട്ട് കണ്ടപ്പോൾ മുതൽ ഈ പയ്യൻ ആരാണെന്ന് ചിന്തിച്ചെന്നും ഭാവന പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് ആ നടനോടുള്ള ക്രഷ്. അത് മറ്റാരുമായിരുന്നില്ല, പിന്നീട് പെൺകുട്ടികളുടെ ഹരമായി മാറിയ മാധവനായിരുന്നു. അക്കാലത്തുള്ള പകുതിയോളം പെൺകുട്ടികൾക്കും മാധവനോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ് ഭാവനയുടെ അഭിപ്രായം. മാധവൻ്റെ തമിഴിലെ ആദ്യത്തെ ചിത്രമായിരുന്നു അലൈപായുതേ. മണിരത്നത്തിൻ്റെ ഈ റൊമാൻറ്റിക് ചിത്രത്തിൽ ശാലിനിയായിരുന്നു നായികയായി എത്തിയത്. ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റുള്ള സിനിമയാണ് അലൈപായുതേ. മാധവൻ ശാലിനി പ്രണയ ജോഡി ഈ സിനിമയിലൂടെ ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഭാവന ഇപ്പോഴും സിനിമാ മേഖലയിൽ സജീവമാണ്. ഇനിയും നല്ല നല്ല മലയാളം പ്രൊജക്റ്റുകൾ ചെയ്യാൻ ഭാവനയ്ക്ക് സാധിക്കട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു.